വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞായറാഴ്ച നടന്നിട്ടുണ്ടായിരുന്ന മാൻ യുണൈറ്റഡ് വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം 4 മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു പ്രത്യേകത ആ 4 മത്സരത്തിലുണ്ടായിരുന്നതും സ്കോർ ബോർഡിന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. 2-1 ടീമുകൾ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രൈറ്റണിന് കളിയിട്ടുണ്ടായിരുന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഫുൾഹാമിന് ടോട്ടനായിട്ട് കളിയിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡിനാണെങ്കിൽ ക്രിസ്റ്റൽ പാലസിനെതിരെയും അതുപോലെ തന്നെ ബിഗ് മാച്ചായിട്ട് നമ്മൾ കണ്ടിരുന്ന ആഴ്സണൽ ചെൽസി മത്സരം ഉണ്ടായിരുന്നു. ഇതെല്ലാം 2-1 എന്നുള്ള നിലയിലാണ് ടീമുകൾ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഹോം ടീമുകളായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ കളികളും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ളൊരു ദിവസം കൂടി ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന യുണൈറ്റഡിൻ്റെ കളിയെ പറ്റിയാണ്. അങ്ങനെ 2026 യുണൈറ്റഡ് അവരുടെ ആ ഒരു അൺബീറ്റൺ റൺ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 11 മത്സരങ്ങളിലായിട്ട് അവരിപ്പോൾ അൺബീറ്റൺ ആയിട്ട് തുടരുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് അവർക്ക് കിട്ടുന്നത് പ്രീമിയർ ലീഗ് ടേബിളിലാണ്. ഇപ്പോൾ അവർ ഇരിക്കുന്നത് പ്രീമിയർ ലീഗിൽ 3-ാമതായിട്ടാണ്. അതായത് ആസ്റ്റൺ വില്ലയായിട്ട് സെയിം പോയിൻ്റ് ആണെങ്കിൽ കൂടെ ഗോൾ ഡിഫറൻസിൽ കാരിക്കിൻ്റെ ടീം 3-ാമതായിട്ടാണ് ഇരിക്കുന്നത്. ഇനി മുന്നിലുള്ളത് സിറ്റിയും ആഴ്സണലാണ്. നമുക്കറിയാം അവർ ടോപ്പ് 1 പൊസിഷനിലെത്താനുള്ള ഒരു ബാറ്റിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡിന് എന്തായാലും ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. മെയിൽ എന്തായാലും പ്രീമിയർ ലീഗ് അവസാനിക്കുമ്പോൾ ഏതൊരു രീതിയിലാണ് ഈ ടീമുകളെല്ലാം ഫിനിഷ് ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കാരിക്കിൻ്റെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വീണ്ടും ചാർജ് എടുത്തേ പിന്നെ മുന്നേ ഒരു ഇൻ്റർവ്യൂ പീരീഡിന് ശേഷം വീണ്ടും ചാർജ് എടുത്തേ പിന്നെ 7 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഇപ്പോൾ 6ാമത്തെ ജയം നേടാനായിട്ട് പറ്റി. ഒരു സമനിലയുണ്ട്. അങ്ങനെ അദ്ദേഹം അൺബീറ്റൺ ആയിട്ട് തുടരുകയാണ് യുണൈറ്റഡ് മാനേജർ എന്നുള്ള നിലയ്ക്ക്. സോ ഒരുപാട് ഫാൻസുകൾ കാര്യങ്ങളായാലും ഒരുപാട് പണ്ഡിറ്റ്സ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു എബിലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി അദ്ദേഹം തന്നെ പെർമനൻ്റ് ആയിട്ട് തുടരണോ അത് വേറൊരു മാനേജർ വേണോ എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിനൊന്നും സമയം ഇപ്പോഴും ആയിട്ടില്ല. ഈ ഒരു സീസൺ കഴിഞ്ഞാലാണ് എന്തെങ്കിലും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമോ എന്നുള്ളത് പോലും നമുക്കറിയുള്ളൂ. ആ ടീമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കുറേ പ്രശ്നങ്ങൾ അവരുടെ ആ ഒരു ഫോർമേഷനിലായാലും പ്ലേയിലായാലും ഉണ്ട്. ഇനി മത്സരത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ ഒരു ഇങ്ങനെയുള്ള കുറേ ആയിട്ടുള്ള ഒരു പോരായ്മകളും കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു മത്സരത്തിൽ കാണുന്നുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് സിറ്റ് ബാക്ക് ചെയ്യുന്ന സൈഡുകൾക്കെതിരെ ഡിഫിക്കൽട്ടായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നതും, അതുപോലെ തന്നെ സ്കോർസ് കണ്ടെത്താനായിട്ട് മറ്റു പല ആ ഒരു ഏരിയാസ് എന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് ഒന്നും വരാത്തതും യുണൈറ്റഡിനെ കാര്യമായിട്ട് അലട്ടുന്നുണ്ടായിരുന്നു. സോ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം നമുക്കറിയാം അവർക്ക് ഒരു വീക്കിലി ഒരു മത്സരം മാത്രമേ ഉള്ളൂ. മറ്റുള്ള കോമ്പറ്റീഷനൊക്കെ അവർ പുറത്തായിക്കാണ്. ഓൾറെഡി യൂറോപ്പിൽ അവരില്ല. അതുപോലെ തന്നെ കപ്പ് കോമ്പറ്റീഷൻസിലാണെങ്കിലും വളരെ ഏർലി എക്സിറ്റ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ തന്നെ അവർക്ക് 40 മത്സരം മാത്രമേ ടോട്ടലായിട്ട് കളിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇനി ക്രിസ്റ്റൽ പാലസിന് നോക്കുകയാണെങ്കിൽ അവർ മറ്റ് കോമ്പറ്റീഷനിലാണ്. ഇന്നലത്തെ ഒരു മത്സരം നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ ഈ സീസണിൽ അവർ 30ാമത്തെ മത്സരം മാത്രമായിരുന്നു. ക്രിസ്റ്റൽ പാലസ് ഓൾറെഡി 43ാമത്തെ മത്സരമാണ് കളിക്കുന്നത്. അവർക്ക് ഇനിയും മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഒരു ഹൈ എനർജി ഹൈ ഇൻറ്റൻസിറ്റി പ്രകടനം എല്ലാ മത്സരത്തിലും അവർക്ക് പുറത്തെടുക്കേണ്ട ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഒരാഴ്ചയല്ല 10 ദിവസത്തിന് മേലൊക്കെ ബ്രേക്ക് കഴിഞ്ഞിട്ട് അവർ കളിക്കാൻ പറ്റുന്ന സാഹചര്യം പോലും ഉണ്ട്. സോ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി കാര്യങ്ങളെല്ലാം കൂടുതൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്റ്റൽ പാലസ് ആയിരുന്നു. തുടക്കം നല്ല രീതിയിൽ ഫ്രണ്ട് ഫുട്ടിൽ പ്രസ് ചെയ്യാനായിട്ടും ബോൾ വിൻ ചെയ്യാനായിട്ടും നല്ലൊരു ഹൈ എനർജിയോട് കൂടി അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്റ്റൽ പാലസാണ്. അവർ മിഡ് വീക്ക് കളി കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. 3 ദിവസം ഗ്യാപ്പിലാണ് അവർ വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ലാക്ക് ഓഫ് എനർജി കാര്യങ്ങളൊന്നും അവരുടെ പ്രകടനത്തിൽ കാണുന്നുണ്ടായിരുന്നില്ല. യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി അറിയാം ഒരു അൺബീറ്റൺ റണ്ണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ് നമുക്ക് തോന്നിയത്. വളരെ ഒരു ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി, അതുപോലെ തന്നെ മിസ് പാസസ് ആണ് ഇഷ്ടം പോലെ. എല്ലാ പാസസും ഒരുമാതിരി മിസ് പാസസ് ആയിട്ടാണ് കാണുന്നുണ്ടായിരുന്നത് കളിയിലുടനീളം. ഇൻ ദ ഫസ്റ്റ് ഹാഫിൽ അവർ നല്ലൊരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും പ്ലെയർ ഇന്നൊരു പ്ലെയർ എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല. എല്ലാ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ആ ഒരു മിസ് പാസ് വരുന്നുണ്ടായിരുന്നു. ഈവൻ ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അടുത്തുനിന്ന് പോലും ഒരുപാട് മിസ് പാസസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടായിരുന്നു. സോ ക്രിസ്റ്റൽ പാലസ് ഫ്രണ്ട് ഫുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാണ്, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാണ്. റൈറ്റ് സൈഡിൽ നിന്ന് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇസ്മായിൽ അസാറാണ് ആ ഒരു ബോൾ ക്യാരി ചെയ്ത് പോയിട്ട് ഒരു ഷോട്ട് അൺലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഡിഫ്ലക്റ്റഡ് ആയിട്ട് കോർണറിലേക്ക് പോവാണ്. ആ കോർണറിൽ നിന്നാണ് ക്രിസ്റ്റൽ പാലസ് ആദ്യത്തെ ഗോള് നേടിയിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ. 4ാമത്തെ മിനിറ്റിലായിരുന്നു ആ ഗോൾ വരുന്നുണ്ടായിരുന്നത്. നമുക്കറിയാം കോർണറിൽ ഈയിടെയായിട്ട് യുണൈറ്റഡ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ആഴ്സണലിലായാലും എവർട്ടണൊക്കെ ആണെങ്കിൽ ആ ഒരു കളിയിലൊക്കെ നമ്മൾ കണ്ടത് ലാമൻസിനെ നല്ല രീതിയിൽ പ്രഷറിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഗോൾ കീപ്പർ ആ ഒരു പൊസിഷനിൽ നല്ല രീതിയിൽ പ്രഷർ കൂട്ടാൻ വേണ്ടി അവിടെ ഒരു ക്രൗഡ് ക്രിയേറ്റ് ചെയ്യുക,
അങ്ങനെ ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള ഒരു കോർണർ ടാക്ടിക്സ് കാര്യങ്ങളെല്ലാം യുണൈറ്റഡ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യണം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതൊരു റെഗുലർ കോർണർ പോലെയുള്ള ഒരു കോർണർ ആയിരുന്നു. ഫാർ പോസ്റ്റിലേക്കാണ് ഒരു ഹെഡർ ബോളിന് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ലെനി യോറോയുടെ ഒരു ഡിഫെൻഡിങ് വളരെ മോശമായിരുന്നു. അദ്ദേഹം പ്ലെയറിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഈവൻ ബോൾ എങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് പോലും ലാസ്റ്റ് മിനിറ്റിലാണ് ചെക്ക് ചെയ്തത്. പക്ഷേ ആ ഒരു ഇതിലേക്ക് കറക്റ്റായിട്ട് ജമ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ലാക്രോയിക്സ് ആണ് ആ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഫാർ പോസ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഹെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈവൻ അത് ഗോളാവുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലെമൻസ് പോലും ഒരു ട്രൈ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു സ്ലോ മോഷനിലായിരുന്നു ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ 4ാമത്തെ മിനിറ്റിൽ തന്നെ ഇങ്ങനൊരു എന്താ പറയുക, ഇങ്ങനൊരു ഗോൾ അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ ക്രിസ്റ്റൽ പാലസ് പിന്നീട് വീണ്ടും ഉണർന്ന് കളിക്കുന്നതാണ് കണ്ടത്. യുണൈറ്റഡ് ആണെങ്കിൽ ശ്രമിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു മിസ് പാസ് വരും, അവർ പൊസിഷനായി സിമ്പിളായിട്ട് കളഞ്ഞ് കുളിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ആദ്യത്തെ ഒരു 30 മിനിറ്റ് വരെ ഈ ഒരു പാറ്റേൺ തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നായിരുന്നത്. കാര്യമായിട്ട് യുണൈറ്റഡിനെ അറ്റാക്ക് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. 30 മിനിറ്റിന് ശേഷമാണ് അവർക്കൊരു കോർണർ കിട്ടുന്നതും അതിൽ നിന്നുള്ളൊരു ഹെഡ് വന്നിട്ട് അതൊരു സേവ് നടത്തുന്നുണ്ടായിരുന്നു. മഗേറിൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, അതും ഓൺ ദ ലൈനിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്മായിൽ സാറായിരുന്നു. അതിനുശേഷം ബ്രൂണോയ്ക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടി, അതും ജസ്റ്റ് ഒന്ന് ബാറിന് മുകളിൽ കൂടെ പോകുന്നു. ഹെൻഡേഴ്സൺ അത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ജസ്റ്റ് അദ്ദേഹം ആ ഒരു മേക്ക് ഷുവർ ചെയ്തു അത് ബാർമ തട്ടി തിരിച്ചു വന്നൊരു അവസരം ഉണ്ടാവില്ല എന്നുള്ളത്. സോ പിന്നെയും യുണൈറ്റഡ് 1-2 അറ്റാക്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും കാര്യമായിട്ടൊരു പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു അറ്റാക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ സെഷ്കോനെ പോലുള്ളൊരു ഫിഗറിനെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മത്സരത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സെഷ്കോയ്ക്ക് ഇന്നൊരു സ്റ്റാർട്ടിങ് ലൈനപ്പിൽ അവസരം കൊടുത്തു, അതിനെ ബെഞ്ചിലിരുത്തിയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇങ്ങനെയുള്ള വരുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ പ്രോപ്പറായിട്ട് ക്രോസസ് വന്നാലാണ് സെഷ്കോയ്ക്ക് അത് എന്തെങ്കിലും ഉപകാരപ്പെടുക അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഉണ്ടാവുള്ളൂ. നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എംബൂമനും ക്യൂനിയനും വെച്ചിട്ടാണ്. രണ്ടുപേരും ഇൻസൈഡ് റൺ നടത്തുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ വൈഡായിട്ട് കളിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഫുൾ ബാക്സിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ വേണമായിരുന്നു. പക്ഷേ ഈ ഒരു കളിയിൽ ലുക്ക് ഷോ ആണെങ്കിലും ഭയങ്കര ഡിഫെൻസീവായിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാലോ ആണെങ്കിൽ ബോൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മറ്റ് പ്ലെയേഴ്സിന് അല്ലെങ്കിൽ ഓപ്പോസിഷൻ പ്ലെയേഴ്സിന് ബോൾ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കളിയിലാണെങ്കിലും വളരെ ഭയങ്കര മിസ് പാസസ് ഇഷ്ടം പോലെ രീതിയിലും നല്ല രീതിയിൽ പൊസിഷൻ കിട്ടുന്ന സാഹചര്യത്തിലും അത് കൊണ്ടുപോയി കളയുന്നതും ഒക്കെ ഡാലോയുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യം എന്നുള്ള രീതിയിലാണ് അതൊക്കെ ഗോളിലേക്ക് വന്ന് കലാശിക്കാതിരുന്നത് ക്രിസ്റ്റൽ പാലസിൻ്റെ അറ്റംപ്റ്റുകൾ. സോ ഇങ്ങനെയാണ് കളി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ക്രോസ് എന്ന് പറഞ്ഞു വരുന്നത് ഏകദേശം 37ാമത്തെ അല്ലെങ്കിൽ 40ാമത്തെ മിനിറ്റിലാണ് ബ്രൂണോൻ്റെ ഒരു ക്രോസ് വന്നിട്ടുണ്ടായിരുന്നു. അത് സെഷ്കോ ഹെഡ് ചെയ്തു, പക്ഷേ അത് നേരെ ഹെൻഡേഴ്സൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അത്തരത്തിലുള്ള ക്രോസുകളാണ് 6 ഫുട്ടിന് മേലെ ഹൈറ്റുള്ള നമ്മുടെ ഒരു സ്ട്രൈക്കർ സെഷ്കോ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന് ഗോൾ സ്കോർ ചെയ്യാനായിട്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ബോളോ കാര്യങ്ങളോ ഒന്നും വൈറ്റ് പ്ലെയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല കൂടുതലും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഷോയ്ക്ക് ഒരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു 22ാമത്തെ മിനിറ്റിൽ. മ്യൂണോസിൻ്റെ വളരെ ഒരു മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ലെഗ് കൊണ്ടുവന്നിട്ടുള്ളൊരു ഇഞ്ചറി ആയിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് അപ്പീൽ ചെയ്യാൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ഒരു ഫ്രീ കിക്ക് പോലും യുണൈറ്റഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇഞ്ചറി ആയിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അദ്ദേഹത്തിന് പിന്നീട് സബ് ചെയ്ത് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. മസറോയാണ് പിന്നീട് ലെഫ്റ്റ് ബാക്കായിട്ട് യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മസ്രോയി വന്നതിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടി റൺസ് നടത്തുകയും ബോൾ ക്രോസ് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ലെഫ്റ്റ് വിങ്ങിലൊരു ഫ്ലൂയിഡിറ്റി വന്നു തുടങ്ങിയത്. ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്നായിരുന്നു ബ്രൂണോ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോൾ ഹെഡ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് വിങ്ങിൽ നിന്നുള്ള ഒരു ചാൻസിൽ കസമീരയ്ക്ക് ഒരു ഹെഡിങ് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെഡും ജസ്റ്റ് ഒരു വൈഡായിട്ട് പോകുന്നതാണ് കണ്ടത്. സോ ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ക്രിസ്റ്റൽ പാലസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസോട് കൂടി അവർ 1-0 ലീഡ് നേടുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 മത്സരങ്ങളായിട്ട് അവർ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഒബ്വിയസ്ലി ഈ ഒരു കളിയിൽ കാണുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. സെക്കൻഡ് ഹാഫിൽ കാരിക്ക് നല്ല രീതിയിൽ യുണൈറ്റഡ് പ്ലെയേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇൻറ്റൻസിറ്റിയുടെ കാര്യം ഒബ്വിയസ്ലി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവും. അതെന്നെ കളി തുടങ്ങിയപ്പോൾ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. യുണൈറ്റഡ് കുറേ കൂടി അറ്റാക്ക് ചെയ്ത് കളിക്കാനും കുറേ കൂടി ബോൾ ഫോർവേഡ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കളിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഡീപ്പ് ഏരിയയിൽ നിന്ന് ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു ബോൾ കിട്ടിയപ്പോൾ അദ്ദേഹം കുനിയനെ റിലീസ് ചെയ്യാനായിട്ട് ഒരു ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് റോയിലേക്ക്. അദ്ദേഹത്തിന് ഒരു ട്രിക്കി ആയിട്ടുള്ള ടേണിൽ അദ്ദേഹം ലാക്രോയിസിനെ ബീറ്റ് ചെയ്തിട്ട് ഗോളിലേക്ക് റൺ ചെയ്യുമ്പോൾ ലാക്രോയിസ് അദ്ദേഹത്തിനെ പിടിച്ചു വലിക്കുകയാണ്. 52ാമത്തെ മിനിറ്റിലാണ് നടക്കുന്നത്. പക്ഷേ ആ പിടിച്ചു വലിച്ചത് സ്റ്റാർട്ട് ചെയ്ത് ബോക്സിന് പുറത്താണെങ്കിലും ആ ബോക്സിൻ്റെ ഉള്ളിലായാലും അദ്ദേഹം ആ ഒരു എന്താ പറയുക ആ ഒരു ഫൗള് പിന്നെയും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
സോ അതവിടെ റെഫറി അപ്പം തന്നെ സ്പോട്ടിൽ പെനാൽറ്റി വിളിക്കുകയാണ്. പിന്നീട് വീണ്ടും VAR ചെക്ക് ചെയ്യുകയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് പെനാൽറ്റി മാത്രമാണോ അത് ലാസ്റ്റ് മാൻ ഡിഫൻസ് എന്നുള്ള രീതിയിൽ റെഡ് കാർഡ് ഒഫൻസ് ആണോ എന്നുള്ളതും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോങ് വെയിറ്റിന് ശേഷം ഒരു 3-4 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് കൺഫേം ചെയ്യാണ് ആ റെഡ് കാർഡാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ലാക്രോയിസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം ഹീറോ ആവുന്നതും ഏകദേശം സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം വില്ലൻ ആവുന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആ ഒരു പ്ലേ പോയിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെ ക്രിസ്റ്റൽ പാലസ് 10 പേരായിട്ട് ചുരുങ്ങി യുണൈറ്റഡിനാണെങ്കിൽ പെനാൽറ്റി കിട്ടുകയാണ്. ബ്രൂണോ ഫെർണാണ്ടസ് വളരെ കമ്പോഷറൊക്കെ കാഴ്ച വെച്ചിട്ട് അദ്ദേഹം ഒരു പ്ലേസ് ചെയ്തിട്ട് ആ ഒരു ഗോൾ നേടുകയാണ്. അങ്ങനെ സ്കോർ ലൈൻ 1-1 എന്നുള്ള രീതിയിലായി. നമുക്ക് പിന്നീട് അറിയാം 10 പേർക്കെതിരെ കളിക്കുമ്പോൾ യുണൈറ്റഡിനാണെങ്കിലും ഇനി അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ നോക്കുന്നുണ്ടായിരുന്നു സിറ്റ് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് കിട്ടുന്ന അവസരത്തിൽ കൗണ്ടർ ചെയ്യാം എന്നുള്ളൊരു ശ്രമമാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പ്ലേയിൽ നമ്മൾക്ക് പിന്നീട് അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നത്. പക്ഷേ യുണൈറ്റഡ് ആണെങ്കിലും നല്ല രീതിയിൽ ബോൾ വിൻ ചെയ്യാനും കുറേ കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൊരു പ്ലേ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പാസസ് എല്ലാം കറക്റ്റായിട്ട് പിക്ക് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. നിരന്തരം പിന്നീട് അറ്റാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിൻ്റെ ബോക്സിലൊരു അവസരം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ബോൾ പിന്നീട് അവിടുന്ന് ഡിഫൻഡർ ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രൂണോൻ്റെ കയ്യിലേക്കായിരുന്നു. അദ്ദേഹം റൈറ്റ് വിങ്ങിൽ നിന്ന് വീണ്ടും ഒരു ക്രോസ് കൊടുക്കുകയാണ്. ഇപ്രാവശ്യം ആ ഒരു ക്രോസിലേക്ക് ഹെഡ് ചെയ്യാനായിട്ട് സെഷ്കോ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിഫൻഡറിനെ കവർ ചെയ്ത് വന്നിട്ട് ആ ഒരു ബോൾ ഹെഡ് ചെയ്യുകയും വലയിലാക്കുകയും ചെയ്തു. അങ്ങനെ സെഷ്കോ തൻ്റെ 3ാമത്തെ കളിയിൽ അടുപ്പിച്ച് ഗോൾ നേടുകയാണ്. ഈ ഒരു ലാസ്റ്റ് ഒരു 7 ഗെയിംസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം 6 കളികളോളം ഇപ്പോൾ ഗോളുകൾ നേടിയിട്ടുണ്ട്. ഒരു ഇൻഫോം സ്ട്രൈക്കറാണ് ഇപ്പോൾ സെഷ്കോ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈവൻ പ്രീമിയർ ലീഗിലും. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ലൊരു റണ്ണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ബ്രൂണോയ്ക്കായാലും 100th അസിസ്റ്റ്. ബ്രൂണോ എന്ന് പറഞ്ഞുള്ള ഒരു പ്ലെയർ യുണൈറ്റഡിന് വേണ്ടി എത്രത്തോളം കോൺട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയാൽ തന്നെ നമുക്കറിയാം. 100 ഗോൾസ് പ്ലസ് 100 അസിസ്റ്റ് അദ്ദേഹത്തിന് ഈ ഒരു കാലയളവിൽ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെ പറഞ്ഞാണെങ്കിലും വളരെ മോശമായിട്ട് ഹേറ്റേഴ്സ് ആണെങ്കിലും ഈവൻ കുറേ യുണൈറ്റഡിൻ്റെ ആരാധകരാണെങ്കിലും അദ്ദേഹത്തിനെ വിമർശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പോസ്റ്റ് സർ അലക്സ് ഫെർഗൂസൻ്റെ ഇറയിൽ ഏറ്റവും ബെസ്റ്റ് സൈനിങ് എന്ന് പറയുന്നത് അത് ബ്രൂണോ ഫെർണാണ്ടസ് തന്നെയാണ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. സോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇങ്ങനെയുള്ള ഒരു മത്സരത്തിൽ ഏറ്റവും നീഡഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല. ഈവൻ ഗോളിലേക്കൊന്നും അദ്ദേഹത്തിന് ഒരു കോൺട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം നടത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കളിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ബ്രൂണോ ഫെർണാണ്ടസ് ഷോ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. അദ്ദേഹം ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ക്രോസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ത്രൂ ബോൾസും അതുപോലെ തന്നെ ബിഗ് ചാൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഈ ഒരു ഗോളിന് ശേഷമാണെങ്കിൽ പോലും അമാദിന് നല്ലൊരു ബോൾ അദ്ദേഹം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റണ്ണ് നടത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഓവർ ഹെഡ് ബോൾ കൊണ്ട് ഒരു ബോൾ കിക്ക് ചെയ്ത് കൊടുത്തിട്ട് അമാദിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഫാർ പോസ്റ്റിലേക്ക് കേൾ ചെയ്ത് അടിക്കാനായിട്ട് നോക്കിയത്. അത് ഹെൻഡർസൺ സേവ് ചെയ്തു. സോ ഈ ഒരു രീതിയിലാണ് കളികൾ പോയിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡ് പിന്നെയും ശ്രമിക്കുന്നുണ്ടായിരുന്നു, 1-2 ചാൻസസ് പിന്നെയും കിട്ടി. ഇതുപോലെ തന്നെ അമാദിനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 72ാമത്തെ മിനിറ്റിൽ സെഷ്കോനെ സബ് ചെയ്തിട്ട് അമാദിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമാദ് കുറേ കൂടെ അറ്റാക്ക് ചെയ്യാനായിട്ട് കളിച്ചു. 1-2 ചാൻസ് അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഗോൾ അടിക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലെ 92ാമത്തെ മിനിറ്റിൽ ഒരു ഗോളെന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരു ചാൻസ് വരെ കിട്ടുന്നുണ്ട്. പക്ഷേ ഹെൻഡേഴ്സൻ്റെ ഒരു ഫുൾ സ്ട്രെച്ച് ഒരു ഡൈവ് ഉണ്ടായിരുന്നു, അദ്ദേഹം അത് സേവ് ചെയ്തു. പിന്നീട് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്ന കസമീറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ വന്നിട്ടുള്ള ഒരു ബോൾ ഹെഡ് എല്ലാവരും ചാടി നോക്കി മിസ് ചെയ്ത ബോൾ ഫാർ പോസ്റ്റിൽ നിൽക്കുന്നുണ്ടായിരുന്ന കസമീറയുടെ കാലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതും ഹെൻഡേഴ്സൺ ഒരു ബ്ലൈൻഡ് സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കളി തന്നെ ആയിരുന്നു. പക്ഷേ 2 ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നു. സോ ഇങ്ങനെ യുണൈറ്റഡ് 2-1 എന്നുള്ള രീതിയിൽ ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ ലീഗ് ടേബിളിൽ 3ാം സ്ഥാനവും അടുത്ത ഒരു സീസണിലേക്ക് നിലവിൽ ചാമ്പ്യൻസ് ലീഗിലെ പൊസിഷനും ഉറപ്പിച്ചിരിക്കുകയാണ്. സോ ഇനിയും അവർക്ക് കളികൾ ഇനിയും വരുന്നുണ്ട്. 10 മാച്ചസോളം ഇനി കളിക്കേണ്ടതുണ്ട്. മാർച്ചിൽ ഇനിയിപ്പോൾ 3 കളികളോളം വരുന്നുണ്ട്. ഇനി അടുത്തൊരു ഗെയിം എന്ന് പറഞ്ഞാൽ മിഡ് വീക്ക് ഗെയിമാണ്. സോ ന്യൂകാസിൽ എവെയാണ് ആ ഒരു ഗെയിം വരുന്നത്. അതെന്തായാലും കുറച്ചുകൂടി ടഫർ ഫിക്ചർ ആയിരിക്കും. എന്തായിരിക്കും യുണൈറ്റഡിൻ്റെ പ്രതികരണ കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് ആ ഒരു മാച്ചിൽ കണ്ടറിയാം. ഈ ഒരു അൺബീറ്റൻ റണ്ണ് ഇനി തുടരുമോ അതോ അവിടെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതെല്ലാം ആ ഒരു മത്സരത്തിൽ കണ്ടറിയാം. ബ്ലോക്ക് ബസ്റ്റർ മാച്ചായിട്ട് ഉണ്ടായിരുന്ന ആഴ്സണൽ ചെൽസിയാണ്. ആ ഒരു ഗെയിം ആഴ്സണലെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് വിൻ ആയിരുന്നു. ഇപ്പോൾ ചെൽസി അതിന് പരാജയപ്പെട്ട് അവർ ഇപ്പോൾ 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആ ഒരു മത്സരത്തെക്കുറിച്ച് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. സോ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.